അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആദ്യമേ ദൈവത്തോട് നമുക്ക് അന്നത്തെ രാത്രി നമുക്ക് തന്ന നല്ല ഉറക്കത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും നമ്മൾ ദൈവത്തോട് നന്ദി പറയുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലുണ്ട്. എല്ലാവരിലും ആഗ്രഹിക്കുന്ന ഒരു ലെവൽ കാണും. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലായിരിക്കത്തില്ല. ഇപ്പം നമ്മൾ ജീവിക്കുന്ന കഷ്ടപ്പാടിലോ ബുദ്ധിമുട്ടിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിലും മികച്ചതായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നവും ഒരു കാഴ്ചപ്പാടും ഒക്കെ നമുക്ക് ഉറപ്പായിട്ടും മിക്കവരിലും തന്നെ ഒരു 99% ആൾക്കാരിലും കാണും. അപ്പം നമ്മൾ ദൈവത്തോട് നമ്മൾ നന്ദി പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ജീവിതം നമ്മൾ ഇമാജിൻ ചെയ്ത് നമ്മൾ ആ ഇമാജിൻ ചെയ്ത ആ കാര്യം നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് അതിനും നമ്മൾ നന്ദി പറയുക. നന്ദി പറഞ്ഞു കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യുക. അത് നമ്മൾക്ക് എല്ലാവർക്കും ബിസിയാണ്, തിരക്കാണ്, വർക്ക് ലൈഫ് വളരെയധികം തിരക്കിട്ട ജീവിതങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് നമ്മുടെ ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിററിലേക്ക് നോക്കി പറയുക, ഐ ആം കോൺഫിഡൻറ്റ് ആൻഡ് ഐ ആം ഹാൻസം, അല്ലെങ്കിൽ ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ പറയുക. ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ മെയിനായിട്ടും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം വളരെയധികം പോസിറ്റീവായിട്ട് നമ്മളങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ദിവസം തന്നെ നമുക്ക് അവസാനം വരെ നമുക്ക് ആ ദിവസത്തിൻ്റെ വൈകുന്നേരം വരെ നമുക്ക് ആ ഒരു എനർജി ലെവലിൽ തന്നെ നിൽക്കാം. പിന്നെ ഒരുപാട് പേർക്ക് നെഗറ്റീവ് സാഹചര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ വർക്കിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരുപക്ഷെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും, നമ്മൾ കൂടെ തന്നെ ആയിരിക്കും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലൊക്കെ തന്നെ കാണും. പക്ഷേ അതൊന്നും നമ്മൾ എന്താ പറയുക, കണക്കിടാതിരിക്കുക. അതായത് അത് നമ്മൾ ചെവിക്കൊള്ളാതിരിക്കുക. ഓക്കെ, അവർ പറഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു നല്ല സമാധാനം നമ്മൾ നശിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ രാവിലെ സമയമുള്ളവരാണെങ്കിൽ കുറച്ച് നേരം നമ്മളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് മെഡിറ്റേഷൻ പോലെയുള്ള ചെറിയ ഒരു 2-3 മിനിറ്റെങ്കിലും നമ്മൾ ചെയ്യുക. കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ചെയ്യണമെന്നാണ്. പക്ഷേ നമുക്ക് സമയമില്ലാത്ത ഇതിൽ 2-3 മിനിറ്റെങ്കിലും ഒരു ദിവസം അത്രയും ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മളത് കുറച്ച് സമയമെടുത്ത് നമ്മൾ ചെയ്യും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രാവിലെ നമ്മൾ ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കുക. അത് നമ്മളുടെ ഒരു മാനസികാരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ഉയർച്ചയ്ക്കും ഒക്കെ കാരണമാകുന്ന നല്ല ശീലങ്ങളിലേക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ തിരിക്കുക എന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് 5 വൊക്കാബുലറീസ് നമ്മൾ ഓരോ ദിവസവും പഠിക്കുക എന്നാണ്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ എവിടെ ചെന്നാലും നമ്മളൊരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പബ്ലിക്കായിട്ടൊരു സ്ഥലങ്ങളിലും അതുപോലെ ഒരു ഇൻ്റർവ്യൂസിനൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട്, നമ്മൾ എത്ര തിയറി ആണെങ്കിലും നമുക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ നമുക്കില്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് ജോലി സ്ഥലത്തും അതുപോലെ തന്നെ പലയിടത്തും നമ്മൾ നേരിടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 5 വൊക്കാബുലറീസാണ്. ഒന്ന് മെഡിക്കൽ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞപ്പോൾ എന്നെപ്പോലെ തന്നെ സാധാരണ ഒരു വീട്ടമ്മമാർക്ക് ഇതിൻ്റെ ഒന്നും വലിയ ആവശ്യങ്ങൾ വരത്തില്ല. എങ്കിലും ഇത് പഠിച്ചിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഓരോ ദിവസവും ഞാൻ 5 വൊക്കാബുലറീസ് പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ 5 വൊക്കാബുലറീസ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇത് മിക്ക ആൾക്കാർക്കും തന്നെ അറിയാവുന്നതൊക്കെ തന്നെയായിരിക്കും. പക്ഷേ നമ്മളെ പോലെയുള്ള കുറച്ച് സാധാരണപ്പെട്ട ആൾക്കാർക്ക് നമുക്ക് ഡെയിലിയുള്ള കോൺവെർസേഷനിൽ, നമ്മുടെ സംസാരത്തിൽ നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ മെഡിക്കൽ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതായത് മെഡിക്കലി ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഡിസ്കവറി, അതായത് ഒരു കണ്ടുപിടുത്തം, ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം. അതാണ് ഈ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ്. അപ്പം നമ്മളുടെ മെഡിക്കൽ ബ്രേക്ക് ത്രൂവിൽ ഒരു കണ്ടുപിടുത്തമാണ് വാക്സിൻ എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ വാക്കെന്ന് പറയുന്നത് ടോപ്പ് പ്രയോറിറ്റി. അപ്പോൾ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കാണും, പക്ഷേ അതിൽ തന്നെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് പറയത്തില്ലേ. അതായത് അതിൻ്റെ മുൻഗണന അനുസരിച്ച്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മുൻഗണനയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ ഡെയിലി കോൺവെർസേഷനിൽ ഈ വാക്കുകളൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റിസർച്ച്. അതൊരു സിമ്പിൾ വേർഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മെഡിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവേഷണം നടത്തുക. അപ്പോൾ മെഡിക്കൽ റിസർച്ച് പിന്നെ വാക്സിൻസ് നടത്താറുണ്ട്, അതുപോലെ തന്നെ ക്യാൻസറിൻ്റെയൊക്കെ മരുന്നുകൾക്ക് നമ്മൾ നടത്താറുണ്ട്. അങ്ങനെ മെഡിക്കൽ റിസർച്ച് പല പല രീതിയിൽ നടത്താറുണ്ട്. അപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് റിസർച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് മിക്കവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്, ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് സാധാരണപ്പെട്ട സിമ്പിളായിട്ടുള്ള നമ്മൾ സാധാരണപ്പെട്ട വീട്ടമ്മമാർക്കും ഒക്കെ വേണ്ടിയുള്ള ഒരു ചെറിയ വൊക്കാബുലറി സെഷനാണിത്. അതുപോലെ സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ പൗരന്മാർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ സിറ്റിസൺ, അമേരിക്കൻ സിറ്റിസൺ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് സിറ്റിസൺ, അതൊക്കെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാം. അതുപോലെ അവസാനത്തതും അത് തന്നെ വളരെയധികം ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു വേർഡാണ് ഓവർവെൽംഡ്. ഓവർവെൽംഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്ട്രീം ഇമോഷനെയാണ് പറയുന്നത് ഓവർവെൽംഡ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മളുടെ ബർത്ത്ഡേക്ക് നമ്മളുടെ ഫ്രണ്ട് നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നു, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഗിഫ്റ്റ് നമുക്ക് കിട്ടി. അപ്പം നമ്മൾ ഭയങ്കര സന്തോഷം, നമുക്ക് എക്സ്ട്രീം സന്തോഷമായിരിക്കും ഉണ്ടാവുക, ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷൻ നമുക്ക് സന്തോഷം എന്നുള്ളതിൻ്റെ അത്യധികമായിട്ട് നമ്മൾ സന്തോഷിക്കത്തില്ലേ, അതിനെയാണ് നമ്മൾ ഈ ഓവർവെൽംഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഇമോഷൻ്റെ, അതായത് ഹാപ്പി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധപ്പെട്ട ആരെങ്കിലും മരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രീം ഇമോഷൻസ് ഉണ്ടാവും, നമുക്കൊരു എക്സ്ട്രീം ദുഃഖം. അപ്പോൾ ആ ഒരു ദുഃഖത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഈ ഓവർവെൽംഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ ഓവർവെൽംഡ് വിത്ത് ജോയ്, അല്ലെങ്കിൽ ഓവർവെൽംഡ് വിത്ത് ഗ്രീഫ് എന്ന് പറഞ്ഞാൽ സങ്കടം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓവർവെൽംഡ് എന്ന് പറയുന്നത്, അതായത് എക്സ്ട്രീം ഇമോഷൻ. അപ്പോൾ ഇന്നത്തെ വൊക്കാബുലറി മോട്ടിവേഷൻ ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് തന്നെ ലോങ് വീഡിയോ ആയിപ്പോയി. നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമ്മൾ 3-4 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. താങ്ക് യു.